ട്രംപ് ഇറാനെതിരെ ശക്തമായ തിരിച്ചടിക്കുള്ള ഏത് മാർഗം പരീക്ഷിക്കണമെന്ന ചിന്തയിലാണ്. എവിടെ ഒരു നൂലിഴ ഇടമുണ്ടായാലും അവിടെ ഇറാനെ തകർക്കാനുള്ള ആയുധം പ്രയോഗിക്കാനുള്ള തത്രപ്പാടിലാണ് നിലവിൽ അമേരിക്ക എന്ന് വേണം പറയാൻ. ട്രംപിന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമായി മാറിക്കഴിഞ്ഞു ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ. പക്ഷേ ഇറാനെ തൊട്ടാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവും എന്ന കാര്യത്തിൽ ട്രംപിന് അതിയായ ഭയവും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അമേരിക്ക വീണ്ടും ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഇതിനിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയുധ വികസന ശൃംഖലകൾക്കും അനധികൃത എണ്ണക്കടത്ത് നടത്തുന്ന കപ്പൽ വ്യൂഹങ്ങൾക്കും നേരെയാണ് നടപടി. അതോടൊപ്പം ഇറാന്റെ പ്രതിരോധ മേഖലയുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന തുർക്കിയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും ചില സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കരിമ്പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ ഇത് ആഗോള സുരക്ഷ ഉറപ്പാക്കാനുള്ള കർശന നീക്കമായി തോന്നാം. എന്നാൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അധികാരം നിലനിർത്താനുള്ള ട്രംപിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഗന്ധം ശക്തമായി അനുഭവപ്പെടും. ഈ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് എന്നതാണ് കൂടുതൽ ജാഗ്രതയോടെ ഇതിനെ നോക്കിക്കാണേണ്ടതിന്റെ യാഥാർത്ഥ്യം. ട്രംപ്